ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. അത്യന്തം നാടകീയമായ ഒരു തിരക്കഥ ക്രിസ്തുവിനെതിരെ മെനഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫരിസേയരും നിയമജ്ഞരും കിണഞ്ഞു പരിശ്രമിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ വിരിയുക. അന്ധനായ ഒരു പയ്യനെ, ചെറുപ്പക്കാരനെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. ഈ സുഖപ്പെട്ട പയ്യൻ അന്ധത മാറി അവന് സൗഖ്യം കൊടുത്തത് യേശുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവനല്ല സൗഖ്യം നേടിയത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു യഹൂദ മത നേതൃത്വത്തിൻ്റെ ദയനീയമായ ചിത്രം. അവൻ്റെ മാതാപിതാക്കളെയും നാട്ടിലുള്ള അത്യാവശ്യം ജനങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി ഒതുക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിനെ ദൈവമാണെന്ന്, രക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞാൽ അവരെയൊക്കെ പുറത്താക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും ഒക്കെ വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യം. മാതാപിതാക്കന്മാർ വിദഗ്ധമായിട്ട് മറുപടി പറഞ്ഞൊഴിഞ്ഞു. അവൻ പ്രായപൂർത്തിയായവനാണല്ലോ, അവനോട് നിങ്ങൾ നേരിട്ട് ചോദിച്ചുകൊള്ളൂ. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉന്നയിക്കുകയാണ്. തങ്ങൾ നിൽക്കുന്ന ഇടത്തെ മണ്ണ് ഒഴുകിപ്പോകുന്നത് യഹൂദര് തിരിച്ചറിയുകയാണ്. ഒരുപക്ഷെ തങ്ങളുടെ മതം മുന്നോട്ട് വയ്ക്കുന്ന നിയമസംഹിതകളും അതിൻ്റെ പിന്നിൽ ജീവിച്ചു പോന്ന കുറേയേറെ ഇത്തിൽ കണ്ണികളുമൊക്കെ അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ താവളമൊരുക്കാൻ ക്രിസ്തുവിനെ പോലെ ഒരുവൻ്റെ പിന്നാലെ ജനം പോയാൽ ശരിയാകില്ല എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഒരു പ്രവാചകനായിട്ടോ രക്ഷകനായിട്ടോ ഗുരുവായോ നാഥനായോ ഒന്നും സ്വീകരിക്കാൻ ആരെയും അവർ അനുവദിച്ചിരുന്നില്ല. വളരെ കൃത്യതയോടെ അങ്ങനെ യേശുവിനെ വിശ്വാസത്തോടെ നോക്കുന്നവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഭവനങ്ങളിലെത്തി ഭീഷണി മുഴക്കുന്നതിൻ്റെയൊക്കെ ചിത്രം ഇവിടെ വിരിയുകയാണ്. ഇത് ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം സ്വരമല്ല പ്രിയപ്പെട്ടവരെ. രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ ഇതിൻ്റെ അലയൊലികൾ നമ്മൾ കാണുന്നുണ്ട്. തങ്ങൾ വിശ്വസിച്ചിരുന്ന സത്യങ്ങൾ തെറ്റാണ് എന്ന് വരുമ്പോൾ അത് ചില ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ഒക്കെ മുകളിൽ മാറിമറിയപ്പെടുന്നതാണ് എന്നും സത്യത്തെ പണ്ടേ അവർ തമസ്കരിച്ചുവെന്നും കുഴിച്ചുമൂടിയെന്നുമൊക്കെ സാധാരണക്കാർ വിശ്വസിക്കുമ്പോൾ അവർ തങ്ങളുടെ പിടിവിട്ടു പോകുമെന്നുള്ള ദുരന്ത സമാനമായ സാഹചര്യം ഈ യഹൂദ നേതാക്കന്മാരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അടുത്ത നാളിലൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചറിയുന്നു, ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടക്കുന്നു. ഭഗവാന് നിവേദിച്ച സ്വർണമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിന് രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുമൊക്കെ കുടപിടിക്കുന്നു. വൻതോതിൽ അക്രമവും അഴിമതിയും നടക്കുന്നു. അവിടെയൊക്കെ വേറിട്ട് വരുന്ന സ്വരങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സാധ്യതയാണ് ഇവിടെയും അവർ പ്രയോഗിക്കുന്നത്. നമുക്ക് വലിയ ചിന്തകളിലേക്ക് പോകാതെ നമ്മുടെ വ്യക്തിപരമായ ചിന്തയുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ഇടവകയുടെ ഒക്കെ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് സത്യത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാണ് എന്ന് ബോധപൂർവം ചിന്തിക്കട്ടെ. സത്യം പ്രഘോഷിക്കുന്നവരെയും സത്യം സംസാരിക്കുന്നവരെയുമൊക്കെ അപഹസിക്കാനും അപമാനിക്കാനുമൊക്കെയുള്ള ഒരു പരിശ്രമം
നടമാടുന്നതിൻ്റെ ഇടയിൽ ഞാനും ഭാഗവാക്കാകുന്നുണ്ടോ എന്ന് ഗൗരവത്തോടെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് സത്യവും നന്മയും വിശുദ്ധിയും ഒക്കെ കൈമോശം വന്നു പോയി തുടങ്ങിയോ? ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3, ഞാൻ പറയുന്നിടം ജയിക്കണം, ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ ഒഴികെ ഈ നാട്ടിലെ ഇടവകയിലെല്ലാം മണ്ടന്മാരാണ് എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പരിശ്രമിക്കുമ്പോൾ സത്യങ്ങൾ പലതും അസത്യങ്ങളാക്കി മാറ്റാൻ അവർ പരിശ്രമിക്കുന്നു. നമുക്ക് വ്യക്തിപരമായി ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിന്, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രബോധനങ്ങളാക്കി മാറ്റുന്നതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണ്ടേ? എന്നിലെ കുറവുകളായിട്ട് ഞാൻ കൊണ്ടു നടന്നാൽ മതിയോ? എല്ലാം അവൻ്റെ മുമ്പിൽ അനാവൃതമാണെന്നും വ്യക്തമാണെന്നും അവിടുന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും അവനിൽ നിന്നും അറിഞ്ഞിരിക്കുക ഒരിക്കലും സാധ്യമല്ല എന്നുമൊക്കെ നാം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ യുവജനങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഉഡായിപ്പ് പരിപാടികളൊക്കെ ഒന്ന് വേണ്ടെന്ന് വെച്ച് തമ്പുരാനെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള മനസ്സിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ പ്രാതികൂല്യങ്ങളെയും അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.